തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ രണ്ടാം ഘട്ട വികസനം പാതി വഴിയിലാകുന്നതിന് പിന്നിൽ കോർപ്പറേഷൻ മുൻ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയെന്ന് വിമർശനം. വികസനത്തിനായി ഏറ്റെടുത്ത സ്ഥലത്ത് മൾട്ടി പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചതിന് പിന്നിൽ മുൻ മേയറുടെയും കൗൺസിലറുടെയും താൽപ്പര്യമെന്നാണ് ആക്ഷേപം. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മേയർ വി രാജേഷിന് ആശുപത്രി വികസന സമിതി അംഗം കത്ത് നൽകി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, കോർപ്പറേഷൻ കഴിഞ്ഞ കാലത്തെ ഭരണസമിതി, പ്രത്യേകിച്ചും CPMന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണം, അവർ നടത്തിയ ഓരോ അഴിമതികളും ഓരോ താല്പര്യങ്ങളും ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പാർക്കിംഗ് ഏരിയയിലെ നിർമ്മാണത്തെ സംബന്ധിച്ച ചില ആക്ഷേപങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് വികസന പ്രവർത്തനങ്ങൾ മുടങ്ങുന്നതിൻ്റെ ഒരു കാരണമാണ് ഈ ഇപ്പോൾ മൾട്ടി ലെവൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതായത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി, മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റിയും അതിനോട് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് വികസിപ്പിക്കണം എന്നൊരു ആവശ്യം ഉയർന്നു വരികയും അതിന് മുന്നോടിയായിക്കൊണ്ട് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ മുമ്പിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ വസ്തു അത് 25 കോടി രൂപയ്ക്ക് മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഏറ്റെടുത്തതിന് ശേഷം അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിക്കൊണ്ട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി കുറച്ചുകൂടി സ്പെഷ്യാലിറ്റിയുടെ കുറച്ച് ഭാഗം അവിടെ കൂടി സ്ഥാപിച്ചുകൊണ്ട് അതിനെ കുറച്ചുകൂടി വികസിപ്പിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഈ വസ്തുവിൽ കൂടി മറ്റ് കെട്ടിടങ്ങളടക്കം പണിഞ്ഞുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഏർപ്പെടുത്തുക, അതോടൊപ്പം തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അന്ന് ഈ വസ്തു ഏറ്റെടുക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി അധികൃതരെ ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ മുൻ ഭരണസമിതിയിലെ CPM ഭരണസമിതിയിലെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും അതോടൊപ്പം തന്നെ സ്ഥലത്തെ കൗൺസിലറും ചേർന്നുകൊണ്ട് ഇത് ആ പ്രദേശം മറ്റുള്ള ആരോടും ചോദിക്കാതെ, മെഡിക്കൽ കോളേജ് അധികൃതരുടെ അടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടോ ആരോടും ചോദിക്കാതെ അവിടെ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന് ഉള്ളൊരു സ്ഥലമേറ്റെടുപ്പായി അങ്ങ് നടത്തുകയും അവിടെ പാർക്കിംഗ് കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തതാണ്. അതായത് നമുക്കറിയാം, ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ പോയിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാക്കുമ്പോൾ ഒന്നാതെ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നത് വളരെ സ്ഥലപരിമിതിയുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ആ സ്ഥലപരിമിതി മാറ്റുകയും ഈ വരുന്ന രോഗികൾക്ക് അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുക എന്നതടക്കമുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ മുൻവശത്തെ മുൻപിൽ മുൻവശത്തെ സ്ഥലം ഏറ്റെടുത്തത്. അവിടെയാണ് ഇപ്പോൾ കാർ പാർക്കിംഗ് കേന്ദ്രമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ മറ്റ് രോഗികൾക്ക് വരാനോ പോകാനോ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. എങ്ങനെയാണോ സൂപ്പർ സ്പെഷ്യാലിറ്റി പഴയ നിലയിലുണ്ടായിരുന്നത് ആ അവസ്ഥ തന്നെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഇപ്പോഴും നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ വികസനം അനന്തമായി നീളുകയും അല്ലെങ്കിൽ നിശ്ചലമായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. ഇനി മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ മുമ്പിൽ ഉള്ള ആ മൾട്ടി ലെവൽ കേന്ദ്രം അവിടെ നിന്നും മാറ്റി മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഇത്തരത്തിൽ മേയർക്ക് ഒരു നിവേദനം നൽകിയതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേന്ദ്രം അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുകയും സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥലം അവിടെ മറ്റ് കെട്ടിടങ്ങളടക്കം നടത്തുവാനും അല്ലെങ്കിൽ കെട്ടിടങ്ങളടക്കം നിർമ്മിച്ചുകൊണ്ട് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി വികസിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിന്റെ വികസനം പൂർണ്ണ രീതിയിൽ സാധ്യമാകുന്ന തരത്തിലേക്കുള്ള ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഇനിയും ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലേ മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെയാണ് രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നത് എന്നുള്ളതാണ്.